ക്രിസ്മസ് ഒരു പ്രത്യാശയുടെ സമയമാണ്. മനുഷ്യനെ മനസ്സിലാക്കാൻ മനുഷ്യനെ പോലെ മനുഷ്യന്റെ അവസ്ഥകളിലൂടെ കടന്നുപോയ ഒരു ദൈവപുത്രനെ ദൈവം നമുക്ക് നൽകിയ എന്നതിന്റെ ഓർമ്മ പുതുക്കലാണ് ക്രിസ്മസ്. ഈശോ ഇന്നല്ല ജനിച്ചത്. 2025 വർഷങ്ങൾക്ക് മുൻപ് ഈശോ ജനിച്ചതിന്റെ ഓർമ്മ നാം ഇന്ന് അനുസ്മരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ നമ്മെ പഠിപ്പിക്കാൻ ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങളും സംവിധാനങ്ങളും വരുന്നുണ്ട്. കൂടാതെ റോബോട്ട് അധ്യാപകർ വരെ എത്തിത്തുടങ്ങി. പക്ഷേ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാരിൽ നിന്നും വീട്ടിൽ നിന്നും തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. കരുതലും സ്നേഹവും വാത്സല്യവും ഒക്കെ മനുഷ്യർ തന്നെയാണ് നമുക്ക് നൽകുന്നത്. അത് നൽകുവാൻ ഒരു യന്ത്രത്തിനോ ഒരു വസ്തുവിനോ കഴിയുകയില്ല. ചിരിച്ചു വർത്തമാനം പറയുമ്പോൾ കൂടെ ചിരിക്കാൻ ഒരു പക്ഷേ റോബോട്ടിന് സാധിച്ചേക്കാം. എന്നാൽ ഹൃദയത്തിന്റെ നൊമ്പരം മാറ്റാൻ, സ്വാതന്ത്ര്യം നൽകാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ എന്നത് ഒരു പരമമായ സത്യമാണ്. ഇവിടെയാണ് ദൈവം നമുക്ക് പ്രത്യാശയ്ക്ക് കാരണമായി സുപുത്രനായ ഈശോയെ നൽകി എന്നതിന്റെ നന്മയുള്ളത്. ദൈവം മനുഷ്യന് വേണ്ടി മനുഷ്യനെ പോലെ അവന്റെ പാപപരിഹാരങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച് മനുഷ്യവതാരം ചെയ്തു. ചൈത്രത്തിൽ തന്നെ രണ്ടായി വിളിച്ച മനുഷ്യപുത്രന്റെ ജനനം. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മെ മനസ്സിലാക്കുന്ന, നമ്മുടെ ഏതൊരു വിഷമവും സങ്കടവും വേദനയും ഒക്കെ കേട്ടാൽ മനസ്സിലാകുന്ന ഒരാളായി ഉണ്ണീശോയെ നമുക്ക് കാണാൻ സാധിക്കണം. ഹെബ്രായർ എഴുതിയ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഒരിക്കലും പാവം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവരാണ് അവൻ. അതുകൊണ്ട് തക്ക സമയത്ത് കൃപാവരത്തിന്റെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം എന്ന് പറയുമ്പോൾ പ്രത്യാശയ്ക്കൊരു കാരണമുണ്ട്. രക്ഷയുടെ പുതിയതയുമായി വന്ന ഉണ്ണീശോ സകലങ്ങളിലൂടെ കടന്നുപോയി അവസാനം നമുക്ക് നിത്യരക്ഷ പ്രദാനം ചെയ്തു. അതിനാൽ തന്നെ അവിടുത്തെ മക്കളായ നമുക്കും പ്രത്യാശയോടെ കാത്തിരിക്കാം. നമുക്കും ഈ ലോകത്ത് വന്നു പിറന്ന ഈശോയിൽ നിന്ന് രക്ഷ സ്വന്തമാക്കാം. ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ മഹാജൂബിലി വർഷമാണിത്. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ ഈ ലോകത്ത് നമുക്ക് എപ്പോഴും ഈശോയുടെ കൂടെ ഓൺലൈനിലായിരിക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും ഈശോയുടെ പ്രത്യാശാഭരിതവും മഹത്വപൂർണവുമായ ആഗമനത്തിന്റെ എല്ലാ നന്മകളും നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയിൽ നിന്ന് ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു.